ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. ഇന്ത്യയും റഷ്യയും ഊർജ്ജരംഗത്തെ സഹകരണം തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഏകദേശം 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ഇരുവരും ഒരേ വാഹനത്തിലായിരുന്നു എത്തിയത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി തുടരുമെന്നും മോദി വ്യക്തമാക്കി. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിച്ച് ഭീകരവാദിത്വത്തിന് എതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിന് ഷാങ്ഹായ് സഹകരണ സംഘടന പിന്തുണ നൽകി. ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യ, റഷ്യ, ചൈന ഒരു നിലപാടിലേക്ക് എത്തിയത് അപൂർവമായ സംഭവമായി. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച സ്ത്രീക്ക് കാർഡിയാക് പ്രശ്നം ഉണ്ടായിരുന്നതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ. 3 മാസം പ്രായമുള്ള കുഞ്ഞിന് പ്രതിരോധശേഷി വളരെ കുറവായിരുന്നുവെന്നും തുടക്കം മുതൽ ഇരുവരും വെന്റിലേറ്ററിലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെഗ്ലേറിയ വിഭാഗത്തിലെ അമീബയാണ് ഇരുവരുടെയും തലച്ചോറിലേക്ക് പ്രവേശിച്ചത്. മികച്ച ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 10 ആണ്. ഇവർക്ക് വിദേശത്തു നിന്നും മരുന്നെത്തിച്ചു നൽകുന്നുവെന്നും ഡോക്ടർ സജിത് കുമാർ പറഞ്ഞു. ഇന്ത്യയിലെ ദേശീയപാതയിലെ ടോൾ പ്ലാസകളിൽ നീണ്ട ക്യൂകളും ഗതാഗതക്കുരുക്കുകളും ഇനിയുണ്ടാവില്ല. ഗുജറാത്തിലെ ചെര്യാസി ടോൾ പ്ലാസയിൽ നിന്ന് രാജ്യത്തെ ആദ്യ മൾട്ടി ലെയർ ഫ്രീ ഫ്ലോ ട്രോളിംഗ് സംവിധാനം ആരംഭിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യൻ ഹൈവേ മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് ICICI ബാങ്കുമായി കരാർ ഒപ്പുവെച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. RFID റീഡറുകളും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ക്യാമറകളും ഉപയോഗിച്ച് വാഹനം കടന്നു പോകുന്ന നിമിഷം തന്നെ ഫാസ്ടാഗ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ സ്കാൻ ചെയ്ത് തുക കുറയ്ക്കപ്പെടും. ഡ്രൈവർക്ക് നിർത്താതെ യാത്ര തുടരാൻ കഴിയുന്ന ഈ സംവിധാനം സമയം, ഇന്ധനം എന്നിവ ലാഭിക്കുകയും മലിനീകരണം കുറയ്ക്കുകയും ചെയ്യും. ഗുജറാത്തിന് പിന്നാലെ ഹരിയാനയിലെ കരോഡ ടോൾ പ്ലാസയിലും സംവിധാനം നടപ്പിലാകും. 2025-26 സാമ്പത്തിക വർഷത്തിൽ 25ഓളം ടോൾ പ്ലാസകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് NHAIയുടെ ലക്ഷ്യം. ഇന്ത്യയിലെ ട്രോളിംഗ് സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ ഇതിന് സാധിക്കും. പെട്രോളിൽ 20% എഥനോൾ ഹർജി തള്ളി സുപ്രീം കോടതി. പെട്രോളിൽ 20% എഥനോൾ ചേർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സർക്കാർ നൽകിയ വിശദീകരണങ്ങൾ കേട്ട ശേഷമാണ് നടപടിയെടുത്തത്. ഹർജിക്ക് പിന്നിൽ രാജ്യാന്തര ലോബിയുടെ സ്വാധീന ശ്രമമാണെന്ന് കേന്ദ്രം കോടതി അറിയിച്ചു. എഥനോൾ കലർന്ന പെട്രോൾ ഇന്ധനക്ഷമത കുറയ്ക്കുമെന്ന ആശങ്കകൾ ഉണ്ടെങ്കിലും എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെ സ്വർണ്ണവില ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർച്ച രേഖപ്പെടുത്തി. സെപ്റ്റംബർ 1 ആദ്യമായി പവൻ 77,000 രൂപ മറികടന്ന് 77,640 രൂപയായി. ഗ്രാമിന് 9,705 രൂപയാണ് നിരക്ക്. ആഭ്യന്തര തലത്തിൽ ഉത്സവ സീസൺ ആരംഭിച്ചതും വിവാഹങ്ങൾക്കായി കൂടുതൽ സ്വർണം വാങ്ങുന്ന സാഹചര്യവും വിലയെ കൂടുതൽ ഉയർത്തി. കുറഞ്ഞ പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ ഉൾപ്പെടുത്തി കണക്കാക്കിയാൽ 1 പവൻ സ്വർണം വാങ്ങാൻ 83,000 രൂപയ്ക്ക് മുകളിലാണ് ചെലവ് വരുന്നത്. വില ഉയർന്നതോടെ സ്വർണ്ണപ്പണയ വായ്പാ സ്ഥാപനങ്ങളുടെ ഇടപാടും വൻതോതിൽ കൂടി വരുന്നു. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.